ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചിക്കൻ്റെ കാല് വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അതായത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ചിക്കൻ്റെ ഒരു 10 പീസോളം കാലെടുത്തിട്ടുണ്ട്, ഒന്ന് വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി, ചീരുള്ളി, തക്കാളി, വെല്ലുള്ളി, പിന്നെ ഈ മസാലകളും ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇതിൽ ചിക്കൻ മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, അതായത് മഞ്ഞൾപ്പൊടിയും ജീരകവും, ഇത്രയും സ്പൈസിയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം ആദ്യം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തവ നല്ല ചൂടാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് മാത്രം നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പം ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കഴിയുന്നതും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചീരുള്ളില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ചീരുള്ളി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അതായത് ചീരുള്ളി ആയാലും വെളുത്തുള്ളി ആയാലും ഈ ഇടുന്ന സാധനങ്ങളൊക്കെ നല്ലവണ്ണം വാടണം കേട്ടോ, നല്ലവണ്ണം കുഴമ്പ് രൂപത്തിലാണ്, അപ്പം മാത്രമേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ വെളുത്തുള്ളി ഞാൻ ഇടുമ്പോൾ അധികം തൊലി നല്ല കഴുകിയിട്ട് അത് ചതച്ചങ്ങനെ ഇടാറാണ്. പിന്നെ കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, നമുക്ക് എത്രയാണോ ചിക്കൻ ഉള്ളത് അതിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുത്താം. അപ്പം ഞാൻ കുറച്ച് ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ പൊടി, അതൊന്ന് അരിച്ചെടുത്ത് വരാം. നല്ല ഫൈനായിട്ട് തന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം അരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് അരിച്ച് വന്നപ്പോഴേക്കും നമ്മളെ ഉള്ളി നല്ല വാടിയിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ചെറുതാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ലവണ്ണം ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലവണ്ണം പെട്ടെന്ന് വാടിക്കിട്ടും ചെയ്യും, നല്ല കുഴമ്പ് രൂപത്തിലാകും ചെയ്യും. പിന്നെ തക്കാളി വാടി വന്നതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ച മസാലയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് തിള വന്നതിന് ശേഷം ചിക്കൻ കാലിട്ട് കൊടുക്കുക. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്, വറ്റിച്ചെടുത്ത് കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാ ഞാൻ കുറച്ചൊരു വെള്ളം ഉണ്ടോയെന്ന് വെച്ചാൽ പിന്നെ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഓക്കെ, ബൈ.